മനോരമ പാലക്കാട്ട് കോട്ട മൈതാനത്ത് നടത്തിയ ചർച്ചയിൽ ബി.ജെ.പി. യുവനേതാവ് പ്രശാന്ത് ശിവൻ എസ്.എഫ്.ഐ. നേതാവിൻ്റെ പരിപ്പിളക്കിയിട്ടുണ്ട് എങ്കിൽ അത് അനാവശ്യമായ സഖാവിൻ്റെ എടാപോടാ വിളിയാണ് എന്ന് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന കമൻറ്റുകൾ. തല്ലിയില്ല, പരസ്പരം പോർ വിളിച്ചേ ഉള്ളൂ എന്നും മറ്റു ചിലർ പറയുന്നുണ്ട്. പക്ഷേ ആർഷോയെ എടുത്തിട്ട് പൂശി എന്നുള്ള രീതിയിലാണ് പല ചാനലുകളും, പല യൂട്യൂബ് ചാനലുകളും സാറ്റലൈറ്റ് ചാനലുകളും ഉൾപ്പെടെ അവകാശപ്പെടുന്നത്. എന്തായാലും കൂടുതൽ ജനശ്രദ്ധ നേടാൻ TV ചാനലുകൾ നടത്തുന്ന ഇത്തരം ആരോഗ്യകരമല്ലാത്ത ചർച്ചകൾ അവസാനിപ്പിക്കണം എന്നുള്ള ആവശ്യം വ്യാപകമായി ഉയർന്നു വരികയാണ്. ചർച്ചയ്ക്ക് പരസ്പര വിരുദ്ധമായ അഭിപ്രായങ്ങളുള്ള രണ്ടുപേരെ വിളിക്കുമ്പോൾ നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങളില്ല. റേറ്റിംഗ് ഉയർത്താൻ ഇത്തരം വഴിവിട്ട ചർച്ചാ രീതികൾ പിന്തുടരുന്നത് ശരിയല്ല എന്നാണ് പലരും ഉപദേശിക്കുന്നത്. പാലക്കാട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 53 സീറ്റുകളിൽ 10 സീറ്റ് പോലും CPM-ന് കിട്ടില്ല എന്നാണ് പ്രശാന്ത് ശിവൻ ചർച്ചയിൽ വെല്ലുവിളിച്ചത്. പാലക്കാട് CPM 3-ാം സ്ഥാനത്താണുള്ളത്. എന്നാൽ 10 സീറ്റ് നേടും എന്നായിരുന്നു ആർഷോ തിരിച്ചടിച്ചിട്ടുണ്ടായിരുന്നത്. ചർച്ചയിൽ ഒരു ഘട്ടത്തിൽ തൻ്റെ ഗുണ്ടായിസം BJP ഓഫീസിൽ വെച്ചാൽ മതിയെന്ന് വെല്ലുവിളിച്ച ആർഷോ എടാപോടാ വിളിച്ചപ്പോഴാണ് പ്രശാന്ത് ശിവൻ്റെ നിയന്ത്രണം തന്നെ പോയത്. അണികൾ തമ്മിലും കയ്യേറ്റമുണ്ടായി എന്ന് പറയുന്നുണ്ട്. ധിക്കാരത്തിൻ്റെയും ധാർഷ്ട്യത്തിൻ്റെയും ഗുണ്ടായിസത്തിൻ്റെയും നേതാവാണ് ആർഷോ. എഴുതാത്ത പരീക്ഷയ്ക്ക് മാർക്ക് ലിസ്റ്റ് വരെ സംഘടിപ്പിക്കുന്ന നേതാവാണ് ആർഷോ. അപ്പോൾ പിന്നെ റേഞ്ച് നമുക്ക് ഊഹിക്കാമല്ലോ. 2 യുവ നേതാക്കളെ ഉപയോഗിച്ച് മനോരമ നടത്തിയ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച ചർച്ചയിൽ ഇരുപക്ഷത്തെയും നേതാക്കളുടെയും അനുയായികൾ ഉണ്ടായിരുന്നത് കൂടുതൽ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുക തന്നെയായിരുന്നു. മനോരമയുടെ അവതാരകനാകട്ടെ ഈ 2 യുവ നേതാക്കളെയും നിയന്ത്രിക്കാൻ സാധിച്ചിട്ടുമില്ല. ഇതിനെതിരെയും വ്യാപക വിമർശനങ്ങൾ ഉയർന്നു വരികയാണ്. പ്രശാന്ത് ശിവനെതിരെ വധഭീഷണിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഒരുപാട് CPM പ്രവർത്തകർ. അതിൽ തന്നെ പ്രധാനിയാണ് സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ ഗുണ്ട അർജുൻ ആയങ്കിയും. ഫേസ്ബുക്ക് കുറിപ്പിലൂടെയായിരുന്നു ഭീഷണി മുഴക്കിയിട്ടുണ്ടായിരുന്നത്. ഭരണത്തിലായതുകൊണ്ട് സൈലൻ്റായി നല്ല നടപ്പിന് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം സ്ലീപ്പർ സെൽസ് പാർട്ടിക്കുണ്ട്. പാർട്ടി പരിപാടികളിലോ ജാഥകളിലോ അവരെ കണ്ടു എന്ന് വരില്ല. പക്ഷെ പാർട്ടിക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടായാൽ അതിനെ പ്രതിരോധിക്കാനും തിരിച്ചടിക്കാനും അവർ ആദ്യം ഓടിയെത്തും. ജീവനും ജീവിതവും മറന്ന് പോരാടും, യുദ്ധം ചെയ്യുമെന്നാണ് അർജുൻ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ടായിരുന്നത്. ആ പോസ്റ്റ് ഇങ്ങനെയാണ്: പാലക്കാടുള്ള പ്രശാന്ത് ശിവനോടാണ്. തുടരും സിനിമ ഇറങ്ങിയപ്പോൾ മോഹൻലാലിൻ്റെ സ്ലീപ്പർ സെൽ ഫാൻസിനെ പറ്റി ഒരു സംസാരം ഉണ്ടായി. മോഹൻലാലിൻ്റെ നല്ല സിനിമ ഇറങ്ങിയാൽ പ്രായഭേദമേനെ ജനങ്ങൾ തിയേറ്ററിൽ ഇരച്ചു കയറും. അങ്ങനെ ഒരു പ്രതിഭാസം മോഹൻലാലിനുണ്ട്, അങ്ങനെ ഒരു പ്രതിഭാസം CPM-നുമുണ്ട്. ഭരണത്തിലായതുകൊണ്ട് സൈലൻ്റായി നല്ല നടപ്പിന് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം സ്ലീപ്പർ സെൽസ് പാർട്ടിക്കുണ്ട്. പാർട്ടി പരിപാടികളിലോ ജാഥകളിലോ അവരെ കണ്ടു എന്ന് വരില്ല. പക്ഷേ പാർട്ടിക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടായാൽ അതിനെ പ്രതിരോധിക്കാനും തിരിച്ചടിക്കാനും അവർ ആദ്യം ഓടിയെത്തും. ജീവനും ജീവിതവും മറന്ന് പോരാടും, യുദ്ധം ചെയ്യും. പാർട്ടി പ്രതിനിധിയെ ആക്രമിച്ചാലും അത് പാർട്ടിക്ക് നേരെയുള്ള കയ്യേറ്റമാണ്, അവിടെ വ്യക്തിയില്ല. പാലക്കാടുള്ള പ്രശാന്ത് ശിവനോടാണ്. ഇങ്ങനെയായിരുന്നു ഫേസ്ബുക്ക് കുറിപ്പ്.